ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ പറഞ്ഞ ഒരു ടോപ്പിക് ബേസ് ചെയ്ത് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ വിത്ത് മൈ ഹസ്ബൻഡ്. അപ്പോ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ഇംപ്രഷൻ അബൌട്ട് മീ. സോ ആദ്യമായിട്ട് കാണുന്നത് പെണ്ണ് കാണാൻ വന്നപ്പോഴായിരുന്നു. അപ്പോ അറേഞ്ച് മാരേജ് ആയിരുന്നു. അപ്പൊ ആ ഒരു സെറ്റപ്പിൽ ആദ്യമായിട്ട് വരുമ്പോൾ പേടിച്ചാണല്ലോ വരുന്നത്. അപ്പൊ ഫസ്റ്റ് ഇംപ്രഷൻ കണ്ടപ്പം ഒരു ഭയങ്കര പാവമായിട്ട് ഭയങ്കര ഒരു പേടിച്ച് നിൽക്കുന്ന പോലെ തോന്നി. ആ പാവമൊക്കെ തന്നെയാണ്. പക്ഷെ ആദ്യം കണ്ടപ്പോ ഒരു പേടിച്ച് നിൽക്കുന്ന ആ ഒരു രീതിയിലാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര പാവമായിട്ടായിരുന്നു ഒന്ന് പെരുമാറിയത്. ഇപ്പോഴും പാവമൊക്കെ തന്നെയാണ്, നല്ല രീതിയിൽ തന്നെ പെരുമാറുന്നൊക്കെ ഉണ്ട്. അതായിരുന്നു എന്റെ ഫസ്റ്റ് ഇംപ്രഷൻ ആക്ച്വലി. ഓക്കെ, അപ്പോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, മേജർ ടേണിംഗ് പോയിന്റ് ഇൻ ലൈഫ്. ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ ലൈഫിൽ ഇപ്പോൾ പലപ്പോഴായിട്ട് പറയാറുണ്ട് ഈ വരുന്നൊക്കെ ടേണിംഗ് പോയിന്റ്സ് ആണ്, അല്ലെങ്കിൽ വഴിത്തിരിവുകളാണ് ലൈഫിൽ എന്നൊക്കെയാണ്. ഇപ്പൊ 10th പഠിക്കുന്ന സമയത്ത് 10th എക്സാം ആണ് ഏറ്റവും വലിയ വഴിത്തിരിവ് എന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞിട്ട് കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ +2 എക്സാം ആയി വഴിത്തിരിവ്, എൻട്രൻസ് എക്സാം ആയി വഴിത്തിരിവ്, ഇതൊക്കെ കഴിഞ്ഞ് കുറെ വഴിത്തിരിവുകൾ ലൈഫിലുണ്ടായി. ഇപ്പൊ ലാസ്റ്റ് ഇപ്പോ എനിക്കൊന്ന് ലേറ്റസ്റ്റ് വഴിത്തിരിവ് ഉണ്ടായത് മാരേജ് തന്നെയാണ്. അപ്പോൾ ലൈഫിൽ ഒരുപാട് മാറ്റം വരുമല്ലോ അതിന്റെ ഭാഗമായിട്ട്. സോ അതാണ് ജീവിതത്തിൽ ഇപ്പൊ ലേറ്റസ്റ്റ് വഴിത്തിരിവ് അതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ടീനേജ് ഏജിൽ കുറച്ച് ഗോൾസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ലൈഫ് ഇങ്ങനെ ആവണം, അങ്ങനെ സെറ്റ് ചെയ്യണം എന്നൊക്കെ കുറെ ഇമാജിൻ ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്ത ഗോൾസിൽ എല്ലാം അച്ചീവ് ചെയ്തോ, അതോ അത് മൊത്തത്തിൽ മാറ്റേണ്ടി വന്നോ, അതോ പ്ലാൻ ഒക്കെ വേസ്റ്റ് ആയി പോയോ, എന്താണ്? അതിന് മാത്രം വലിയ ലോങ് പ്ലാൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഡ്രീംസ് ഇപ്പൊ എല്ലാവർക്കും ഉണ്ടായിരിക്കുമല്ലോ. എനിക്കൊന്നും എല്ലാവർക്കും ഉണ്ടായിരിക്കും ഡ്രീംസ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു സംഭവം ആവണം, മേ ബി ഒരു ക്രിക്കറ്റർ അല്ലെങ്കിൽ സയന്റിസ്റ്റ് ആവണം എന്നുള്ള ആഗ്രഹമൊക്കെ എല്ലാവർക്കും ഉണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അതുപോലെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, IAS ആവണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു 10ാം ക്ലാസ് ഒക്കെ ആയപ്പോഴേക്കും. എഞ്ചിനീയറിംഗിന്റെ അല്ലെങ്കിൽ അതിന്റെ എൻട്രൻസിന്റെ കോച്ചിങ് സെന്റർ ചെന്നപ്പോൾ തന്നെ ആ ആഗ്രഹമൊക്കെ എട്ടായി മടങ്ങി. പിന്നെ വെറ്റിനറി ഡോക്ടർ ആവാനായ ആഗ്രഹം. അങ്ങനെ ഓവർ ദ ടൈം ഓവർ ദ പീരീഡ് ആഗ്രഹങ്ങൾ മാറിക്കൊണ്ടിരിക്കും. പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. പക്ഷെ അതിന് എൻട്രൻസ് പാസ്സാവണം എന്നുള്ളൊരു പ്രശ്നം വന്നുകൊണ്ട് അത് നടന്നില്ല. അങ്ങനെ എഞ്ചിനീയറിംഗിലേക്ക് എത്തി. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. മെഡിസിൻ പ്രിപ്പയർ ചെയ്ത ലാസ്റ്റ് എഞ്ചിനീയറിംഗിലേക്ക് പോകും. അതുപോലെ എത്തി. അപ്പൊ അങ്ങനെ ഒരു ഫിക്സഡ് സെറ്റ് ഓഫ് അങ്ങനെ ഗോളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഓവർ ദ ടൈം ഏതാണ് ബെസ്റ്റ് എന്ന് തോന്നുന്നു അതിലേക്ക് എത്തുന്നു. ഐ തിങ്ക് അറ്റ് ദ മൊമെന്റ് ഇപ്പം ലൈഫിൽ ഇപ്പൊ എവിടെയാണ് എത്തുന്നത് അതിൽ ഹാപ്പിയാണ്. അപ്പൊ അത് മാത്രം മതി ഇനി അങ്ങോട്ട്. Fourth question, favorite film we watched together and why do you like it? ഒരുപാട് പടങ്ങൾ ഒന്നിച്ച് പോയിട്ടുണ്ട് ആക്ച്വലി, ഒരുപാട് പടങ്ങൾ. പക്ഷെ ഇപ്പൊ എടുത്തു പറയാൻ ഇപ്പം എനിക്കൊന്നും ബെസ്റ്റ് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പടം കാണുമ്പോൾ ഒന്നിച്ചുണ്ടായിരുന്ന എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഡിസ്കഷൻസ്. അപ്പൊ അതൊക്കെ കൺസിഡർ ചെയ്ത് മേ ബി ഒബ്സഷൻ. അത് റിലേഷൻഷിപ്പിനെ പറ്റിയാണ് കുറച്ചുകൂടി പറയുന്നത്, എങ്ങനെയാണ് ഒരു ഒബ്സസീവ് റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത് അതിനെ പറ്റിയൊക്കെ. അത് കഴിഞ്ഞിട്ട് ആ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടാണെങ്കിലും പടം കാണുമ്പോൾ അത് സ്കെയറി ഫീൽ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് എത്തിയിട്ട് അത് സ്കെയറി ഫീൽ ഉണ്ടായിരുന്നു. ക്യാരക്ടേഴ്സിനെ പറ്റി എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൊരു പടം ഒബ്സഷൻ ആണെന്ന് തോന്നുന്നു. സോ ഐ തിങ്ക് ഒബ്സഷൻ. കാരണം മാരേജ് കഴിഞ്ഞ് നമ്മൾ എങ്ങനായിരുന്നു അതൊക്കെ കുറച്ച് ആ ഫിലിമിന്റെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. ഗ്രൗണ്ടഡ് റിയാലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന പടം. അപ്പൊ അത് കാരണം ഒബ്സഷൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. Next question, next travel destination and why do you want to go there? Next travel destination ഒരുപാടെണ്ണം ഉണ്ട് ലിസ്റ്റിൽ. ആക്ച്വലി നമ്മളിപ്പോ തായ്ലൻഡിൽ പോയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ റീസെന്റ് നമ്മുടെ ഹണിമൂൺ തായ്ലൻഡ് ആയിരുന്നു. അപ്പൊ തായ്ലൻഡിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും തായ്ലൻഡിന്റെ ഒരു ലാസ്റ്റ് പോർഷൻ, അതായത് നമ്മൾ ചിയാങ്മൈ എന്നുള്ള പോർഷൻ അത്രയധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്ന് പോയതിന്റെ. സോ ചിയാങ്മൈ പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എനിക്ക് അന്ന് ഡ്രൈവിംഗ് പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രൈവിംഗ് പെർമിറ്റ് 6 മാസമായിട്ടും തരാത്ത നമ്മുടെ RTO നമിക്കുന്നു. പക്ഷെ എന്നാലും ആള് അടുത്ത വട്ടം ഇപ്പോഴും കിട്ടിയിട്ടില്ല. അപ്പോ പൈസ ഒക്കെ അടച്ചിട്ടുണ്ട് കേട്ടോ, പക്ഷെ അതുവരെ പാസ്സാക്കി തന്നിട്ടില്ല. റീസൺ എന്താ അറിയില്ല. അപ്പോ റിജക്ഷൻ ചെയ്തിട്ടില്ല ഫോർ സം റീസൺ. അപ്പൊ അത് കിട്ടുവാണെങ്കിൽ ചിയാങ്മൈയിൽ ഒന്നുകൂടി പോകണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ ആ ഒരു കംപ്ലീറ്റ് ആവാതിരുന്ന ഹണിമൂൺ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഫസ്റ്റ് ആനിവേഴ്സറിയിൽ നമുക്ക് പോവാം. അന്നെങ്കിലും ആ ഡ്രൈവിംഗ് പെർമിറ്റ് തരുമെന്നുള്ള ശുഭപ്രതീക്ഷയില്. ഓക്കെ, അപ്പം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 6th ക്വസ്റ്റ്യൻ. വൺ മേജർ ചേഞ്ച് ഇൻ ലൈഫ് ആഫ്റ്റർ മാരേജ്.
അപ്പൊ ഈ മാരേജിന് മുന്നേ പലരും എന്നോട് പറയാറുണ്ട് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാ ചെയ്യുന്നത്. അപ്പൊ അവരോടൊക്കെ ഞാൻ പൊതുവെ പറയാറുണ്ട്, ഇപ്പൊ ഒരുപാട് ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരോടൊക്കെ എപ്പോഴും പറയാറുണ്ട് എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് എന്ന് ഞാൻ പറയാറുണ്ട്. ആഫ്റ്റർ മാരേജ് വന്ന ഏറ്റവും വലിയ ചേഞ്ച് ഒന്നിനും സമയമില്ല എന്നുള്ളതാണ്. കാരണം എന്തിനെങ്കിലും ആയിട്ട് എൻഗേജ്ഡ് ആയിരിക്കും എപ്പോഴും. അപ്പൊ നമ്മുടെ ബേസിക്കലി അത് നമ്മുടെ ഒരു പ്രയോറിറ്റീസ് അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ്സ് അതൊക്കെ വരുമ്പോ വരുന്ന ചേഞ്ചസ് ആണ്. സോ അങ്ങനത്തെ ഒരു മേജർ ചേഞ്ച് ആണ് ആഫ്റ്റർ മാരേജ് ഉണ്ടായിട്ടുള്ളത്. ആഫ്റ്റർ മാരേജ് സമയം തികയാറില്ല ഒന്നിനും. മറ്റേ കൈൻഡ് ഓഫ് നല്ല ചേഞ്ച് ആണ്. കാരണം എപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഈ പൊതുവെ വീക്കെൻഡ്സ് ഒക്കെ വരുമ്പോ പണ്ടൊക്കെ എന്ന് വെച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ ഉണ്ടാവില്ല ഒരു ദിവസം. അങ്ങനെ ഒരു ദിവസം 2 സിനിമ വരെ തിയേറ്ററിൽ പോയി കണ്ട ചരിത്രം ഉണ്ടായിട്ടുണ്ട്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിന്റെ ബെറ്റർ പ്ലേസ്. അപ്പം ഇതൊരു ചെറിയ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ ആയിരുന്നു. അപ്പം നിങ്ങൾ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഇതുപോലത്തെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഇടുക. അപ്പം ഇത് വേറൊരു വീഡിയോ ആയിട്ട് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്ത് കുറച്ച് ഫണ്ണി ആയിട്ടൊക്കെ ചെയ്യാം. അപ്പം അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.